എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഡിസ്കഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, 2023 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2023 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ മോഹൻലാലാണ് 2023 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത്. 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ്. അപ്പോൾ മിഥുൻ ചക്രവർത്തിക്കാണ് 54ാമത്തെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? പ്രസ്താവന 1, കിരീടം നേടിയത് ഇന്ത്യയാണ്. 2, പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 ആണ്. 3, ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. 4, ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കാപ്പ് നേടി. ആൻസർ ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. 1, കിരീടം നേടിയത് ഇന്ത്യയാണ്. 3, ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. 4, ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കാപ്പ് നേടി. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് സൂര്യകാന്താണ് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏതു വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏതു വർഷത്തെയാണ് അന്താരാഷ്ട്ര ക്വാണ്ടം സാങ്കേതിക വർഷമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി 2025. 2025 യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്വാണ്ടം സാങ്കേതിക വർഷമായി ആചരിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണനാണ് മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി കെ അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രതിഭ പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതി. 2025 മെയ്യിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? 2025 മെയ്യിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ EOS 09 ആണ് 2025 മെയ്യിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം. ട്രാൻസ് വിഭാഗത്തിലെ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം മാതാപിതാക്കൾ മതിയെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? ട്രാൻസ് വിഭാഗത്തിലെ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം മാതാപിതാക്കൾ മതിയെന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കേരള ഹൈക്കോടതിയാണ് ട്രാൻസ് വിഭാഗത്തിലെ ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനമ്മ എന്നതിനു പകരം മാതാപിതാക്കൾ മതിയെന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്.
രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാഷ്ട്രപതിയുടെയോ ഗവർണറിൻ്റെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, തമിഴ്നാട്. തമിഴ്നാടാണ് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം. നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ചത് ആര്? നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി, സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാൻ ആവില്ലെന്ന് പ്രഖ്യാപിച്ചത്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഏത്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്കയാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ. 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവിന് വേദിയാവുന്നത്? 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവിന് വേദിയാവുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, നിലമ്പൂർ. നിലമ്പൂരാണ് 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവിന്റെ വേദി. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊല്ലം. കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത്. 2025 കേരളത്തിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥാപിച്ചത് എവിടെയാണ്? 2025 കേരളത്തിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഇടുക്കി. ഇടുക്കിയിലാണ് 2025 കേരളത്തിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥാപിച്ചത്. 2025 നവംബറിൽ രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനത്തെയാണ്? 2025 നവംബറിൽ രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനത്തെയാണ്? ആൻസർ ഓപ്ഷൻ എ, കേരളം. കേരളത്തെയാണ് 2025 നവംബർ 1 രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ വാർഷിക സർവേ പ്രകാരം വ്യവസായ തൊഴിൽ വളർച്ചയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ സർവേ പ്രകാരം വ്യവസായ തൊഴിൽ വളർച്ചയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, തമിഴ്നാട്. തമിഴ്നാടാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ വാർഷിക സർവേ പ്രകാരം വ്യവസായ തൊഴിൽ വളർച്ചയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. എം.എസ്. സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? എം.എസ്. സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് എം.എസ്. സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഇന്ത്യയുമായി ഏറ്റവും വലിയ യുദ്ധവിമാന കരാറിൽ ഏർപ്പെടുന്ന വിദേശ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി ഏറ്റവും വലിയ യുദ്ധവിമാന കരാറിൽ ഏർപ്പെടുന്ന വിദേശ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഫ്രാൻസ്. ഫ്രാൻസ് ആണ് ഇന്ത്യയുമായി ഏറ്റവും വലിയ യുദ്ധവിമാന കരാറിൽ ഏർപ്പെടുന്ന വിദേശ രാജ്യം. ലോക പയറുവർഗ ദിനം എന്നാണ്? ലോക പയറുവർഗ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫെബ്രുവരി 10. ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനമായി ആചരിക്കുന്നത്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കേരളം. കേരളമാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം.
നീതി ആയോഗിന്റെ സാമ്പത്തിക ഭദ്രതാ സൂചിക 2025 ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? നീതി ആയോഗിന്റെ സാമ്പത്തിക ഭദ്രതാ സൂചിക 2025 ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഒഡീഷ. ഒഡീഷയാണ് നീതി ആയോഗിന്റെ സാമ്പത്തിക ഭദ്രതാ സൂചിക 2025 ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം. നീതി ആയോഗിന്റെ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 15ആണ്. കേരളം 15ാം സ്ഥാനത്താണ്. വനസംരക്ഷണത്തിൽ സ്ത്രീകളെ പങ്കാളികളാക്കാൻ വൻജീവി ദീദി എന്ന പദ്ധതി ആരംഭിച്ച ടൈഗർ റിസർവ് ഏതാണ്? വനസംരക്ഷണത്തിൽ സ്ത്രീകളെ പങ്കാളികളാക്കാൻ വൻജീവി ദീദി എന്ന പദ്ധതി ആരംഭിച്ച ടൈഗർ റിസർവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പലാമു. പലാമുവാണ് വനസംരക്ഷണത്തിൽ സ്ത്രീകളെ പങ്കാളികളാക്കാൻ വൻജീവി ദീദി എന്ന പദ്ധതി ആരംഭിച്ച ടൈഗർ റിസർവ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കേരളം. കേരളമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം.